ആദ്യമെങ്കിലും പറഞ്ഞു കൊടുക്ക്. സുജൂദ് അധികരിപ്പിക്കാൻ, സുജൂദ് ദീർഘിപ്പിക്കാൻ. കാരണം എന്തെന്നറിയോ സഹോദരാ, പെട്ടെന്ന് ഒറ്റയ്ക്കൊക്കെ നമസ്കരിക്കുമ്പോ സുജൂദ് ദീർഘിപ്പിക്കണം. പെട്ടെന്ന് തലകുത്തി വീണിട്ട് എഴുന്നേക്കല്ലേ. ഒരു മനുഷ്യന് സുജൂദിൽ കിടക്കുമ്പോ അവൻ ചെയ്ത പാപങ്ങൾ മുഴുവനും തലയുടെ മുകളിൽ വന്നിരിക്കുകയാണ്. അവൻ സുജൂദിൽ കിടക്കുമ്പോ അവന്റെ പാപങ്ങൾ പൊഴിഞ്ഞ് താഴെ വീഴുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ തങ്ങൾ അവിടെന്ന് പറയുമ്പോ നമസ്കാരത്തിൽ ഒരിക്കലും അലസത കാണിക്കരുത്. നമസ്കാരത്തിന്റെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാകരുത്. എന്ത് ജോലിയാകട്ടെ, എത്ര വലിയ തിരക്കാകട്ടെ, എത്ര വലിയ ബിസിനസ് ആകട്ടെ, എത്ര വലിയ കാര്യമാകട്ടെ, അല്ലാഹുവേ നമസ്കാരം ഉപേക്ഷിക്കുന്ന ഒരു പരിപാടിക്കും നിങ്ങളതിന് നിൽക്കരുത്. അതിന് നിങ്ങൾ തയ്യാറാകരുത്. ഒരു ചരിത്രം പറഞ്ഞു തരട്ടെ. പടച്ചവനെ, കമ്പോളത്തിൽ ഒരു അടിമയെ വിൽക്കാൻ വെച്ചിരിക്കുകയാ. കമ്പോളത്തിൽ ഒരു പ്രായം ചെന്ന അല്ലാഹുവേ ഒരു ചെറുപ്പക്കാരനെ വിൽക്കാൻ വെച്ചിരിക്കുകയാണ്. ഒരു കോടീശ്വരനായ മനുഷ്യനുണ്ടല്ലോ, അടിമച്ചന്തയിൽ നിർത്തിയിരിക്കുന്ന ചെറുപ്പക്കാരന്റെ ചാരത്ത് അടിമയെ വിൽക്കാൻ വെച്ചിരിക്കുകയാണ്. സൗന്ദര്യവാനായ ചെറുപ്പക്കാരൻ അടിമയെ വിൽക്കാൻ വെച്ചിരിക്കുന്നത് കണ്ടപ്പോ ഒരു പണക്കാരൻ ചെന്നിട്ട് അവിടെന്ന് വില പറഞ്ഞ് വിളിക്കുകയാണ്. അവിടെന്ന് വില കൊടുത്ത് വാങ്ങുമ്പോ തന്റെ മുതലാളിയോട് അടിമ പറയുന്നു, ഞാൻ കൂടെ വരണമെങ്കിൽ 3 കണ്ടീഷൻ ഉണ്ട്. 3 കണ്ടീഷൻ ഉണ്ടെങ്കിലേ ഞാൻ വരാൻ തയ്യാറാണ്. പടച്ചവനെ ചോദിച്ചു, ഒന്നാമത്തെ കണ്ടീഷൻ എന്താ? അടിമ പറയുന്നു, യജമാനനോട് ബാങ്ക് വിളിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരു ജോലിയും എനിക്ക് തരല്ലേ. നമസ്കരിക്കാൻ സമയം തരണം. 1 മിനിറ്റ് പോലും എനിക്ക് മാറ്റിവെക്കാൻ കഴിയില്ല. അടിമയോട്, യജമാനനോട് അടിമ പറയുന്ന ഒന്നാമത്തെ കാര്യം, എനിക്ക് ബാങ്ക് വിളിച്ചു കഴിഞ്ഞാൽ നിസ്കരിക്കാൻ സമയം തരണം. അടിമ പറയാ, യജമാനനോട് പറയുന്ന, എനിക്ക് 3 കാര്യമാ പറയാനുള്ളത്. 1, ബാങ്ക് വിളിച്ച് എനിക്ക് നിസ്കരിക്കണം. അതിലൊരു വിട്ടുവീഴ്ചയ്ക്ക് ഞാൻ തയ്യാറല്ല. കടയിൽ ജോലിക്ക് കയറുമ്പോ ആരാപ്പ പറയാ മുതലാളിയോട്, ബാങ്ക് വിളിച്ചാ പള്ളി വിടണം? കടയിൽ ജോലിക്ക് പോയി ആരാ പറയാ മുതലാളിയോട്, എനിക്ക് ജോലി വേണം, ജോലിയൊക്കെ തരാം, പക്ഷെ ജോലിയൊക്കെ കിട്ടും. ശരി, ഞാനിവിടെ ജോലിക്ക് കയറണമെങ്കിൽ ഒന്നാമത്തെ കണ്ടീഷൻ 1-ാം തീയതി ശമ്പളം കിട്ടണമെന്നല്ല. 1-ാം തീയതി ശമ്പളം കിട്ടണമെന്നല്ല, ബാങ്ക് വിളിച്ച് എനിക്ക് നിസ്കരിക്കാൻ പോകണം. ഒരു ജോലി ചെയ്യില്ല. രാത്രി ഒരു ജോലി ഞാൻ ചെയ്യില്ല. രാത്രി കാലങ്ങളിൽ എനിക്ക് വേണം. പകല് ചെയ്യുന്ന ജോലിയേ ഉള്ളൂ. രാത്രി ഞാൻ ഒരു ജോലിയും ചെയ്യില്ല. യജമാനൻ സമ്മതിച്ചു. 3-ാമത്തെ കാര്യം എന്താ? എന്റെ റൂമിന്റെ അകത്ത് ഒരാളും കയറാൻ പാടില്ല. ഞാൻ കിടക്കുന്നത് എവിടെയാണോ അവിടെ ഒരാളും എന്റെ റൂമിന്റെ അകത്ത്